ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ പൊങ്ങൻ ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ നഗ്ന കർണങ്ങൾ കൊണ്ട് ഈ പൊങ്ങൻ ശ്രവിച്ചിട്ടുമില്ല. അതുകൊണ്ട് പൊങ്ങൻ ഒരു സത്യം പറയാം, തെറ്റുപറ്റുമോ എന്നുള്ള പേടി ഒരിക്കലും എന്നെ പിടിയിട്ടിട്ടില്ല കേട്ടോ. തെറ്റുപറ്റുമോ എന്ന ഭയം കൊണ്ട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഞാൻ മടിച്ചിട്ടുമില്ല. അതുപോലെ തെറ്റുപറ്റരുതേ എന്ന പ്രാർത്ഥന എന്നിൽ നിന്ന് സംഭവിക്കുകയോ എങ്ങാനും തെറ്റുപറ്റിപ്പോയാലോ എന്ന് പറയുന്ന പരിഭ്രമം എന്റെ ഉള്ളിൽ നിറയുകയോ ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. കാരണം തിരുത്താനുള്ള കഴിവ് തീർച്ചയായിട്ടും ഈ പൊങ്ങനുണ്ട്. പൊങ്ങൻ നല്ല തിരുത്തൽ ശേഷിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തെറ്റു പറ്റരുതേ എന്നായിരുന്നില്ല, പറ്റുന്ന തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റണേ എന്ന പ്രാർത്ഥന മാത്രമേ പൊങ്ങൻ പ്രകൃതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളൂ. തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ തെറ്റിനെ പോലും എന്റെ ഒപ്പം കഴിയാൻ തിരുത്തൽ ശേഷി അനുവദിക്കില്ല. വലിപ്പ ചെറുപ്പം കൂടാതെ സകല തെറ്റിനെയും പൊങ്ങന്റെ തിരുത്തൽ ശേഷി നിഷ്കരണം തിരുത്തിക്കളയും, അല്ലെങ്കിൽ തുരത്തിക്കളയും. അത്ര അപാരമായിട്ടുള്ള പ്രഹരശേഷി പേർന്നതാണ് പൊങ്ങന്റെ തിരുത്തൽ ശേഷി. സത്യമായിട്ട് കള്ളം പറയുന്നതല്ല. ആ തിരുത്തൽ ശേഷിയുടെ ഭീഷണിയെ മാനിച്ചുകൊണ്ട് പൊങ്ങൻ ഒരു സത്യം പറയാം. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രനെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചത്, അങ്ങനെ പൊങ്ങൻ സമീപിച്ചിരുന്നു. ആ സമീപനം തീർച്ചയായിട്ടും പൊങ്ങന് പറ്റിയ ഒരു തെറ്റായിരുന്നു, വലിയ തെറ്റ്. ശ്രീ കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ വളരെ ആത്മാർത്ഥമായി അതിൽ സന്തോഷിച്ചിട്ടുള്ള ആളുകളിൽ ഈ പൊങ്ങനും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം എന്റെ സന്തോഷത്തിന്റെ ആ കാഠിന്യത്തിന് കുറവ് വന്നു തുടങ്ങി. അതിന് പല കാരണങ്ങളുമുണ്ട്. അതായത് ഈ രണ്ടാം പ്രതിപക്ഷ മുന്നണി നേതാവ് എന്ന് പറയുന്ന നിലയിലുള്ള സുരേന്ദ്രന്റെ ആ പ്രകടനം സ്വന്തം പ്രാപ്തിക്ക് നിരക്കുന്നതാണോ എന്ന് പറയുന്ന സംശയം പൊങ്ങനുണ്ടായി എന്നതാണ് തീർച്ചയായിട്ടും ഒരു കാരണം, പ്രധാന കാരണം. അതുപോലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ഇരുമുടിക്കെട്ട് വിവാദമാണ് ഉറപ്പായും മറ്റൊരു കാരണമായി പൊങ്ങന് പറയാൻ പറ്റുന്നത്. സ്വാഭാവികമായും കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് കേട്ട വാർത്തകളും അദ്ദേഹത്തോടുള്ള അപ്രിയത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഈ ബീഫ് കഴിച്ചു എന്ന് പറയുന്ന ആരോപണത്തെ ഉള്ളിക്കറി കൊണ്ട് പ്രതിരോധിച്ചത് ഒട്ടും തന്നെ പൊങ്ങന് ഇഷ്ടമായില്ല. അത് പറയാൻ മടിക്കേണ്ട കാര്യവുമില്ല. കാരണം ബീഫ് എന്നാൽ പശുവിറച്ചി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന മഠയ മലയോളികളോട് ഇനിയും ഞാൻ ബീഫ് തിന്നുവിട നാറികളെ എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അതാണ് പൊങ്ങന്റെ വിശ്വാസം. ഇനിയിപ്പോ ഈ സാംസ്കാരിക ഹത്യ ഇഷ്ടവിനോദമാക്കിയിട്ടുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാറികളെ എന്ന് പറയുന്ന പ്രയോഗം ഒഴിവാക്കിയാലും കേടില്ല. അത് ഒഴിവാക്കിയിട്ട് പറയാമല്ലോ. നാറികളെ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എത്രയും പറയണമായിരുന്നു. അതായിരുന്നു പൊങ്ങന്റെ പക്ഷം. അതുപോലെ ഈ നായർ നേതാക്കളെ സുരേന്ദ്രൻ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്ന ചിന്ത ചില തൽപര കക്ഷികൾ പൊങ്ങന്റെ മണ്ടയിൽ ഇട്ട് തന്നിരുന്നു. അത് പറയാതെ പോകുന്നതിനകത്ത് അർത്ഥമില്ല. ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണല്ലോ, ആ സംഗതി ശരിയാണ് എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് പകരുന്ന വിധത്തിലുള്ള ചില ഉദാഹരണങ്ങളും ആ തൽപര കക്ഷികൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജാതി സ്പർദ്ധ അല്ലെങ്കിൽ ജാതി വെറി എന്ന് പറയുന്ന ആ ഒരു കുന്ത്രാണ്ടം ഹൈന്ദവ സമൂഹത്തിനും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകൾക്കുമൊക്കെ ദോഷമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ പൊങ്ങൻ സ്വാഭാവികമായും സ്വല്പം അമർഷിതനായിപ്പോയി. സത്യമാണ്, അമർഷിതനായിപ്പോയി. അതുപോലെ ഈ കുഴൽപ്പണം, തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കൽ മുതലായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നതും പൊങ്ങന്റെ അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പലതുമാണ് എന്റെ ഉള്ളിൽ സുരേന്ദ്ര വിരുദ്ധത നിറച്ചതെന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോൾ സുരേന്ദ്രന്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പൊങ്ങനുള്ളത്. താരതമ്യം ചെയ്യാൻ ലഭിച്ച അവസരങ്ങളിലൊക്കെ തികപൊത്ത നേതാവാണ് താനെന്ന് പറയുന്ന ബോധ്യം പകരാൻ സുരേന്ദ്രന് സാധിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്കാണ് തെറ്റുപറ്റിയത്, എനിക്കത് ബോധ്യമാവുന്നുണ്ട്. സുരേന്ദ്രനെ പറ്റിയുള്ള എന്റെ മനസ്സിലാക്കൽ തന്നെയാണ് പിഴച്ചത്. സുരേന്ദ്രൻ ആരെയെങ്കിലും ഒതുക്കാൻ നോക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഒതുക്കപ്പെടേണ്ടവരായിരുന്നുവെന്ന് സ്വന്തം പ്രകടനങ്ങളിലൂടെ തന്നെ അവർ തെളിയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഒന്നോർത്താൽ എന്നിൽ മാത്രമല്ല, നമ്മളിൽ പലരിലും സുരേന്ദ്ര വിരുദ്ധത കുത്തിവെച്ചത് മറ്റുള്ളവരാണല്ലേ. എന്നുവെച്ചാൽ നവമാധ്യമങ്ങളിലൂടെയും സാമ്പ്രദായിക മാധ്യമങ്ങളിലൂടെയും ഒക്കെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്തരം വ്യക്തികളും അതുപോലെ തന്നെ മാധ്യമ ധർമ്മക്കാരുമൊക്കെയാണ് നമ്മളിൽ പലരെയും സുരേന്ദ്ര വിരുദ്ധരാക്കി മാറ്റിയത്. അതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. 2 കാരണങ്ങൾ മാത്രം. ഒന്ന്, സുരേന്ദ്രനെ തളർത്തുക, ബി.ജെ.പിയെ തകർക്കുക. അല്ലെങ്കിൽ സുരേന്ദ്രനെ തകർക്കുക, അതുവഴി ബി.ജെ.പിയെ തളർത്തുക. എന്തായാലും സുരേന്ദ്രനെ ഉന്നമിട്ടവരുടെ യഥാർത്ഥ ലക്ഷ്യം ബി.ജെ.പിയുടെ കേരളത്തിലെ തകർച്ചയും ഒപ്പം അവരുടെ പ്രിയക്കാരെ, ഞാൻ ആലോചിച്ച് തന്നെയാണ് പറയുന്നത്, അവരുടെ പ്രിയക്കാരായിട്ടുള്ള ആളുകളെ ബി.ജെ.പിയിൽ വാഴിച്ച് സ്വാധീന ശക്തിയുള്ളവരാക്കി മാറ്റി അവരിലൂടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിഴുങ്ങുക. അതായത് സംയുക്തമായി വിഴുങ്ങുക. മറ്റ് കച്ചവടങ്ങൾ വേറെയും. കീശ തന്നെയാണ് മുഖ്യം. ബി.ജെ.പി കേരളത്തിൽ ഒട്ടും തന്നെ വളരരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആരോപണമല്ല, സത്യമാണ്. പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയ്ക്കായി ഭാരതീയ ജനതാ പാർട്ടി നൽകുന്ന പണം, ആ പണം സ്വന്തം വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്താൻ ബി.ജെ.പിക്കൊപ്പം ഒരു പവർ ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. സംഘികളെയും ഹൈന്ദവരെയും ഒക്കെ ഒരുപോലെ പറ്റിച്ചുകൊണ്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക നായകളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരുണ്ട്, മാധ്യമധർമ്മക്കാരുണ്ട്,
മറ്റ് സെലിബ്രിറ്റികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, എല്ലാ രംഗത്തുമുള്ള വമ്പന്മാർ അണിനിരന്നുകൊണ്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ നവമാധ്യമങ്ങളിലൂടെ സ്വാധീന ശക്തിയും സാമൂഹ്യ മൂല്യവും കരസ്ഥമാക്കിയ ആ നാവാടി സംഘത്തിന് കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും സ്വാധീനം അലോസരമുണ്ടാക്കി എന്നുള്ളതാണ് പോങ്ങന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. കേരളീയരായിട്ടുള്ള മതേതര ഹൈന്ദവരെ ഹിന്ദു തീവ്രവാദികളാകാതെ കാത്തുരക്ഷിച്ചുകൊണ്ട് അവരുടെ വോട്ട് കോൺഗ്രസ് പെട്ടിയിൽ വീഴിക്കുക എന്ന് പറയുന്ന ഉന്നത്തോടെ ഉഗ്രദേശീയവാദികളായി അഭിനയിക്കുന്ന നല്ല ഒന്നാന്തരം ഹൈബ്രിഡ് സംഘികൾ, പാവം പിടിച്ച സംഘികളെ പറ്റിച്ച് സ്വാർത്ഥ ബുദ്ധിയോടുകൂടി നവമാധ്യമങ്ങളിൽ പുളയ്ക്കുന്നുമുണ്ട്. നാവുകൊണ്ട് ഹിന്ദു വോട്ടുകൾ കോരി കോൺഗ്രസ് കൂടയിൽ നിറയ്ക്കാൻ ഉന്നമിട്ട് BJPയുടെ അഭ്യുദയാകാംക്ഷികളായി കഴിയുന്ന സാംസ്കാരിക പ്രവർത്തകരെയും മാധ്യമധർമ്മക്കാരെയും തിരിച്ചറിയാൻ ഇന്നാട്ടിലെ സംഘികൾക്കും അതുപോലെ തന്നെ ഹൈന്ദവർക്കും ഒട്ടും തന്നെ കഴിയുന്നില്ല എന്നതാണ് വളരെ അപകടം പിടിച്ച കാര്യം. ആ പവർ ഗ്രൂപ്പാണ്, അവരാണ് BJPയെ KJP ആക്കിയത്, സുരേന്ദ്രനെ ഉള്ളിസുരയാക്കിയത്. ആ പവർ ഗ്രൂപ്പാണ്. അവരാരും BJPയെ നന്നാക്കാൻ ശ്രമിച്ചവരായിരുന്നില്ല എന്ന് പറയുന്ന ബോധ്യം ഇന്ന് എനിക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കൊപ്പം തെറ്റ് പറ്റിയവർ എന്നാണോ ഇനി അത് തിരിച്ചറിയുക എന്ന് പറയാൻ പോകാൻ ആളുമല്ല. സത്യം പറഞ്ഞാൽ കെ സുരേന്ദ്രൻ നായർ നേതാക്കളെ ഒതുക്കി എന്നുള്ളത് തെറ്റാണ്. പോങ്ങന്റെ അഭിപ്രായത്തിൽ സംഘികളെ നായർ സംഘിയെന്നും ഈഴവ സംഘിയെന്നും തീയ സംഘിയെന്നും ദളിത് സംഘിയെന്നും ക്രിസ്സംഘിയെന്നും ഒക്കെ അങ്ങനെ അങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. നല്ലോണം അന്വേഷിച്ചാൽ ചില ജാതിവാലൻ നേതാക്കൾക്ക് ആശയപരമായും ആദർശപരമായും ആസക്തിപരമായും അർത്ഥപരമായും ചില അസ്കിതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ആശയ്ക്കും കീശയ്ക്കും ഒക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സാധ്യതയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് നടന്ന ചില ജാതിവാലൻ നേതാക്കൾ, അത്തരക്കാരെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് അവരുടെ ജാതിയല്ല, കയ്യിലിരിപ്പ് മാത്രമാണ്. അതുകൊണ്ട് പോങ്ങൻ ഇനി ഒരിക്കലും സുരേന്ദ്ര വിരുദ്ധനാവുകയില്ല. അതുപോലെ കഴക്കൂട്ടത്ത് മത്സരിച്ചാൽ എൻ്റെ വോട്ട് ഉറപ്പായും ഞാൻ വി മുരളീധരന് നൽകുകയും ചെയ്യും. ഈ സുരേന്ദ്രനും മുരളീധരനുമൊക്കെ എല്ലാം തികഞ്ഞ നേതാക്കളായതുകൊണ്ടല്ല, അവരെ എതിർക്കുന്നവർ, അവരെ ദുർബലരാക്കാൻ പരിശ്രമിക്കുന്നവർ ഒന്നാന്തരം കള്ളന്മാരും സ്വാർത്ഥരും കൊള്ളരുതാത്തവരും ഹൈന്ദവ സമൂഹത്തെയും സ്വസമുദായാംഗങ്ങളെയും വരെ വഞ്ചിക്കുന്നവരുമൊക്കെയാണെന്ന് പറയുന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങോട്ടേക്ക് നിറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹൈന്ദവരും സംഘികളും പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഭ്രാന്തൻ ജൽപ്പനമൊന്നുമല്ല. രഹസ്യന ഒറ്റുകാറൊപ്പമുണ്ട്. സ്വന്തം നാവ് കൊണ്ട് നിങ്ങളുടെ പിക്കുഴിഞ്ഞ് നിങ്ങളെ അവർ രസിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള ലാഭലക്ഷ്യങ്ങളോടുകൂടിയാണ്, അല്ലാതെ നിങ്ങൾക്ക് കുളിര് പകരുക എന്നുള്ള ഉന്നത്തോടു കൂടിയല്ല. നിങ്ങളുടെ സമയത്തെയും സ്നേഹത്തെയും വിശ്വാസത്തെയും ആത്മാർത്ഥതയും ദേശക്കൂറിനെയും മതേതര ബോധത്തെയും സഹജീവി പ്രേമത്തെയും ഒക്കെ അവർ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാത്മാർത്ഥതയും നിങ്ങൾ ആരോടും അവർക്കില്ല. അവരോടല്ലാതെ, അവരുടെ കുടുംബത്തോടല്ലാതെ, സ്വന്തം വളർച്ചയോടല്ലാതെ, അവനവനോടല്ലാതെ മറ്റാരോടും അവർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല. സൗകര്യമുണ്ടെങ്കിൽ പോകാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. ഈ സംഘികൾക്കിടയിൽ പവർ ഗ്രൂപ്പായി വർത്തിക്കുന്ന ആ സംഘത്തിനെതിരെ പറയുമ്പോഴൊക്കെ പോകന് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല രഹസ്യൻ നഷ്ടങ്ങൾ. ഈ സംസാരത്തോടുകൂടി കൂടുതൽ ശക്തമായ നഷ്ടങ്ങൾക്ക് ഞാൻ ഇരപ്പെടുകയും ചെയ്യും. എനിക്ക് നല്ല ബോധ്യം അക്കാര്യത്തിലുണ്ട്. അവരാരും കഴിവ് കുറഞ്ഞവരല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴിവ് കുറഞ്ഞവരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല കഴിവും സാമർഥ്യമുള്ളവരാണ്. ഒരാളെ ഒതുക്കണമെങ്കിൽ, ഒരാളുടെ പ്രസക്തി കളയണമെങ്കിൽ, സമൂഹം അവരെ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്സാരമായി സാധിക്കുമെന്ന് പറയുന്ന ഉത്തമ ബോധ്യം പോകനുണ്ട്. അറിഞ്ഞ് വെച്ചുകൊണ്ടാണ് പോകൻ ഈ കുരയ്ക്കുന്നത്. യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോകൻ കുരച്ചുകൊണ്ടിരിക്കും. അത് സഹജ സ്വഭാവമാണ്. പണി കിട്ടുമായിരിക്കും പോകന്, നഷ്ടങ്ങൾ ധാരാളമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും പോകന്. എന്നാലും സാരമില്ല, നിങ്ങളെ അവർ കബളിപ്പിക്കുകയാണ് എന്ന് എനിക്ക് പറയാതെ പറ്റില്ല. കാരണം നിങ്ങൾ കബളിപ്പിക്കപ്പെടുമ്പോൾ കബളിപ്പിക്കപ്പെടുന്നത് ഞാൻ കൂടിയാണ്. കാരണം ഞാനും നിങ്ങളിൽ ഒരുവനാണ്. അതുകൊണ്ടാണ് സ്വന്തം ബുദ്ധിയേക്കാൾ മറ്റാരുടെയും ബുദ്ധിക്ക് നിങ്ങൾ ഒരിക്കലും വില കൊടുക്കരുത്. അത് ആരുടെ ബുദ്ധിക്കും. ആര് പറയുന്നതും ഒരു പരിധി കഴിഞ്ഞ് വിശ്വസിക്കരുത്. ആരെയും ഒരു പരിധി കഴിഞ്ഞ് നമ്പരുത്. പോങ്ങൻ പറയുന്നതിനെ പോലും ഒരു പരിധി കഴിഞ്ഞ് മനസ്സിലെടുത്ത് ആലോചിച്ച് ഈ പറയുന്നതിനകത്ത് ശരിയുണ്ടോ എന്ന് പരതി അന്വേഷിച്ച് എല്ലാം കണക്ക് കൂട്ടി ഞാൻ പറയുന്നതിനകത്ത് ശരിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം പോങ്ങനെ പോലും ഉൾക്കൊണ്ടാൽ മതി.
പക്ഷെ പരതണം. പറയാത്ത വാക്കുകൾ കേൾക്കാനും കുറിക്കാത്ത വാക്കുകൾ വായിക്കാനും കഴിയുന്ന നിലയിലേക്ക് പാകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പരിക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അവരവരുടെ അഭിപ്രായം അവരവരുടെ ചിന്തയിൽ നിന്ന് അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. നാവ് കൊണ്ട് കോണകം ചുറ്റി ഹിന്ദുവിന്റെ നാണം മറയ്ക്കാൻ ഒരു നാറിയെയും അനുവദിക്കരുത്. ഹിന്ദുവിനെ കാക്കാൻ ഹിന്ദുവിന് പറ്റും. അതിന് ഒരു ഹരിശ്ചന്ദ്രന്റെ മോന്റെയും സഹായം ആവശ്യമില്ല. നിങ്ങളുടെ സാമൂഹ്യ ബോധവും ദേശീയ ബുദ്ധിയും മതേതര ചിന്തയും ഹൈന്ദവ വിശ്വാസവും ഒക്കെ മറ്റുള്ളവരുടെ കീശയ്ക്കുള്ള വളമാകുന്നത് അവസാനിപ്പിച്ചാൽ അന്തസ്സോടുകൂടി നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കും. നാണക്കേടാണല്ലെങ്കിൽ നിങ്ങൾ വെറും ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ആ ഒരു കുണ്ടി, അവൻ്റെയൊക്കെ കുണ്ടിയെടുത്ത് നിലത്തിട്, എന്നിട്ട് സ്വന്തം തലയ്ക്ക് താങ്ങുകൊടുക്കുക കൈകൊണ്ട്. ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകളെയും മാധ്യമധർമ്മക്കാരെയും ഒക്കെ വാടകയ്ക്കെടുക്കാതെ കൂട്ടത്തിൽ നിന്നുള്ളവരെ വളർത്തിയെടുത്ത് അവരെ നിങ്ങളുടെ ആശയ പ്രചാരണങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതാണ് അന്തസ്സുള്ള കാര്യം. കൂട്ടത്തിൽപ്പെട്ടവനെ വാടകയ്ക്കെടുക്കരുത്, വിലക്കെടുക്കരുത്. പോങ്ങനെ പോലും അവഗണിച്ചു, കുഴപ്പമില്ല. പോങ്ങൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നോക്കിയാൽ മതി. പോങ്ങനെ രക്ഷിക്കാനും പോങ്ങനെ സഹായിക്കാനും ഒരുത്തിനും നോക്കണ്ട. ഞാനിങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത് എന്റെ സ്വന്തം കഴപ്പാറ്റലിന്റെ ഭാഗമായിട്ടാണ്. എത്ര പിന്നാക്കം പോകാം, ഇതൊക്കെ മതിയാക്കാം എന്ന് വിചാരിച്ചാൽ പോലും സാഖ്യയോഗത്തിലെ ആ 47-ാം ശ്ലോകം അത് പോങ്ങന്റെ ഉള്ളിൽ അങ്ങനെ വരും. കർമ്മണ്യേവാധികാരസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ശ്ലോകം, അർജുനന് കൊടുത്ത ഉപദേശം. ഫലം നോക്കണ്ട, കർമ്മിച്ചോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കർമ്മിച്ചു പോവുകയാണ്, നാവ് കൊണ്ട് കർമ്മിച്ചു പോവുകയാണ്. ഫലം വേണ്ട എങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക. കള്ളത്തരമില്ലാതെ പറയുന്നതാണ്. നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. എന്തായാലും ഈ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഈ KJP എന്ന് പോകാൻ പല പ്രാവശ്യം വിളിച്ചു പോയതിൽ ആ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആ തെറ്റ് എൻ്റെ തിരുത്തൽ ശേഷിക്ക് പരിഹരിക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ തിരുത്തൽ ശേഷി നിങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള തിരിച്ചറിവ് പകർന്നു തന്നുകൊണ്ട് പ്രകൃതി എത്രയും വേഗം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് സമമാണ്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. BJPയെ KJP എന്നും സുരേന്ദ്രനെ ഉള്ളിസുരയെന്നും വിളിക്കുന്നവർ ആരായാലും അവർ ഒറ്റുകാരാണ്, ചതിയരാണ്, വഞ്ചകരാണ്, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവന്മാരാണ്. സ്വന്തം ബുദ്ധിയും നാക്കും ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവരെയും സംഘികളെയും പറ്റിച്ച് ജീവിക്കുന്ന താതസമൃദ്ധർ മാത്രമാണവർ. അതുമാത്രമാണവർ. സാങ്കേതിക വിദ്യയെയും നിന്റെയൊക്കെ ആരാധക സേനയിലെ അടിമക്കണ്ണന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് എത്ര പണി പോങ്ങനിട്ട് തന്നാലും എനിക്കൊരു കോപ്പമില്ല എന്നുള്ളതും ഞാൻ വളരെ ആത്മാർത്ഥമായി നിന്നോടൊക്കെ പറയും. എൻ്റെ വൃഷ്ണരോമത്തിൻ്റെ വില പോലും നിന്റെയൊക്കെ കുബുദ്ധിക്കും പാരവയ്പ്പിനും ഞാൻ കൽപ്പിച്ചിട്ടുമില്ല. അച്ചട്ട് ഈ സമൂഹത്തെ ദീർഘകാലം കബളിപ്പിക്കാനുള്ള കൗശലമൊന്നും നീയൊക്കെ കൊണ്ടു നടക്കുന്ന നിന്റെയൊന്നും കുബുദ്ധിയിലില്ല. അതിനുള്ള ശേഷിയൊന്നും നിന്റെയൊക്കെ കുബുദ്ധിക്കില്ല. പേറുന്ന സ്വന്തം അഹങ്കാരം നിന്നെയൊന്നും ആ സത്യം ബോധിപ്പിച്ച് തരുന്നില്ല എന്ന് മാത്രം. നീയൊക്കെ അഴുകി നാറുന്ന കാലം വന്നിരിക്കും. വേടനാണേ സത്യം. നീയൊക്കെ അഴുകി നാറിയിരിക്കും. വേടൻ സത്യം. നിർത്തിക്കോട്ടെ. കൊഴിഞ്ഞു പോകാൻ മുട്ടുന്നവർ കൊഴിഞ്ഞു പോവുക. അതുപോലെ തന്നെ പോങ്ങ സമുദായ അംഗങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സമാന മനസ്കരായിട്ടുള്ള ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. സന്തോഷം.